ലെബനാനിലെ ഹിസ്ബുള്ള ഇന്ന് ഇസ്രയേലിന്റെ തലസ്ഥാന നഗരമായ തെല്ലബീബിലെ ഹൈഫയിൽ താമസിക്കുന്ന വിദേശികളായ ആളുകളോട് എത്രയും പെട്ടെന്ന് നാട് വിട്ടു പോകേണ്ടതാണ് എന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇനി അവിടെ സുരക്ഷിതമായി നിൽക്കാൻ കഴിയില്ലെന്നും ശക്തമായ ആക്രമണങ്ങൾ തെല്ലബീബിനെ ലക്ഷ്യമാക്കി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് സ്ഥലം വിട്ടു പോകണമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇസ്രയേൽ ലബനാനിനെ ആക്രമിക്കാനുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ച് പൂർത്തീകരിച്ച് നിൽക്കുകയാണ്. ഏത് ഘട്ടങ്ങളിലും ലബനാനിലെ ഹിസ്ബുള്ളക്ക് നേരെ അതിശക്തമായ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് ഇസ്രായേലിന്റെ ഈ ആക്രമണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതിനെ ചെറുത്തു നിൽക്കാനും ഇസ്രായേലിനെ തിരിച്ചടിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ലബനാനിലെ ഹിസ്ബുള്ളയും ഒരുക്കി വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനാനിലെ ഹിസ്ബുള്ള പുറത്തുവിട്ട വീഡിയോകളിൽ അതിമാരകമായ ചില കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഖുറിയത്ത് ഷെമൂന, അതുപോലെ തന്നെ ജലീലുൽ അല തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം ശക്തമായ ആക്രമണം നടത്തുന്നു. ആക്രമണത്തിന്റെ പ്രത്യേകത ഇസ്രായേലിന്റെ സൈനിക സംവിധാനങ്ങൾ, അവരുടെ എയർബേസുകളിലും നിരീക്ഷണ കേന്ദ്രങ്ങളിലുമുള്ള റഡാറുകളെ കൃത്യമായി ആക്രമിക്കുന്ന വീഡിയോകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം റഡാർ 42 എന്നറിയപ്പെടുന്ന ഡ്രോണുകളെ കണ്ടെത്താനും അതിനെ തകർക്കാനും ആവശ്യമായ സംവിധാനം റഡാർ 42 ആണ് കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി തകർക്കുന്നത്. കിലോമീറ്ററുകൾ അപ്പുറത്തു നിന്ന് അതിനെ ലക്ഷ്യമാക്കി മിസൈൽ വരുന്നു. 1 മീറ്റർ പോലും അതിന്റെ ലക്ഷ്യം തെറ്റാതെ കൃത്യമായി റഡാറിൽ പതിക്കുന്ന വീഡിയോ ആണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഈ ലബനാനുമായി ബന്ധപ്പെട്ട ഭാഗത്തുള്ള എല്ലാ നിരീക്ഷണ സംവിധാനങ്ങളും തകർത്തുകൊണ്ടേയിരിക്കുകയാണ് ലബനാനിലെ ഹിസ്ബുള്ള എന്നത് ഇസ്രായേൽ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഇസ്രായേലിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് അവർ ലക്ഷ്യമിടുന്നത് അതിന്റെ എല്ലാം പിക്ചറുകൾ കൃത്യമായി അവർ ശേഖരിച്ചു കഴിഞ്ഞു. അതിന്റെ എല്ലാം പുറമെ ലബനാനിലെ ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ തകർക്കുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ടണലുകൾ തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഗസയിലെ ടണലിനെ കുറിച്ച് ഇസ്രായേലിന്റെ ചാനലായ ചാനൽ 11 റിപ്പോർട്ട് ചെയ്തത് അൽ ജസീറ പുറത്തുവിട്ടതനുസരിച്ച് പറയുന്നത് നമുക്ക് കൃത്യമായി കാണാം. ഒരു ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഒരു ഓഫീസറാണ് ഈ കാര്യം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഗസയിലുള്ള ഹമാസിനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തുക എന്നത് വളരെ പെട്ടെന്ന് സാധ്യമാകുന്ന കാര്യമല്ല. അതൊരു ദീർഘകാല യുദ്ധം അനിവാര്യമായി വരും. അങ്ങനെയുള്ള ഒരു നീക്കം നടത്തണമെങ്കിൽ എന്ന് കൃത്യമായി പറയുന്നു. അതുപോലെ തന്നെ ഈ ഓഫീസർ പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ ഹമാസിന് ഓരോ ഭാഗത്തേക്കും അവരുടെ സൈനികരെ, അവരുടെ പോരാളികളെ എത്തിക്കാനും, അതോടൊപ്പം തന്നെ ഈ ഇസ്രായേലിന്റെ ഓഫീസർ പറയുന്നു ഓരോ ഭാഗങ്ങളിലേക്കും, അതായത് ഗസയിലുള്ള ഓരോ ഭാഗങ്ങളിലേക്കും യോദ്ധാക്കളെ അതാത് സമയത്ത് കൃത്യമായ രൂപത്തിൽ എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഭൂമിക്കടിയിൽ അവർക്കുണ്ട്. മാത്രമല്ല, ഏത് സമയത്തും അവരുടെ ടണലുകൾക്കുള്ളിൽ അവർക്ക് ഒളിഞ്ഞു നിൽക്കാനും വളരെ പെട്ടെന്ന് ഒരിക്കലും ശ്രദ്ധിക്കാത്ത രൂപത്തിൽ ആ ടണലുകളിൽ നിന്ന് പുറത്തു വന്ന് ആക്രമിക്കാനും അവർക്ക് സാധിക്കുന്നു. ടണലുകളുടെ സൗകര്യം കാരണം ഏത് സമയത്തും വളരെ കൃത്യമായി അവർക്ക് ആക്രമണം നടത്താനുള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം പറയുന്നു അന്ന ഇസ്രായേൽ ലൈസത്ത് ലദൈഹ സൂറത്തുൻ കാമിലത്തുൻ അനിൽ അൻഫാഖ് ബഅദ 9 അശ്ഹുരി മിനൽ ഹർബ്. 9 വർഷം യുദ്ധം നിന്നതിനു ശേഷവും കൃത്യമായി ടണലുകളെ കുറിച്ചുള്ള വിവരം ഇസ്രായേലിന് ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഒരു ടണൽ കണ്ടെത്തി ആ ടണലിൽ വിഷവാതകം നടക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ സേന തയ്യാറെടുക്കുന്നു. പക്ഷേ തയ്യാറെടുക്കുന്ന സമയത്ത് ആ വിഷവായു ശ്വസിച്ചുകൊണ്ട് അവിടെ വെച്ച് മരണപ്പെടുന്നത് ഇസ്രായേലിന്റെ സൈനികർ തന്നെയാണ്. അതായത് ഗസയിലെ ഈ ടണലുകളിൽ ഒരുപാട് ടണലുകളും വ്യാജ ടണലുകളാണ്, കേവലം ആകർഷിക്കാൻ വേണ്ടി മാത്രം. അതെല്ലാം ഇസ്രായേലിന്റെ സൈനികരെ തീർക്കാൻ വേണ്ടി വെച്ച ആ കുഴിബോംബുകളും അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കളും നിറച്ച ടണലുകളാണ്. ഇങ്ങനെ ഏതാണ് യഥാർത്ഥ ടണൽ, ഏതാണ് വ്യാജ ടണൽ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലാണ് ഈ ടണലുകൾ അവർ സംവിധാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ഈ ടണലുകൾ യഥാർത്ഥത്തിൽ ചിലന്തി വലക്ക് സമാനമാണ്. അദ്ദേഹം പറയുക, ഇന്ന അൻഫാഖ ഹമാസ് كشبكة عنكبوت إذا قطعت واحد فهناك أنفاق بديلة يمكنها الاستمرار في أداء مهمتها. ഇതൊരു ചിലന്തി വലക്ക് സമാനമാണ്. ഏതെങ്കിലും ഒരു ഭാഗം, ഒരു ടണലിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നശിച്ചാൽ തന്നെയും അതിന് സമാനമായി ധാരാളം, അതിന് പകരമായുള്ള ലൈനുകൾ, അതിന് ഭൂമിക്കടിയിലുള്ള ടണലുകളുടെ ലൈനുകൾ ധാരാളം അതിനുള്ളിലുണ്ട്. ഒരു ടണൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് തകർത്തു എന്നതുകൊണ്ട് ഈ ഹമാസിന്റെ പോരാളികളെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും സംഭവിക്കാനില്ല എന്നാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നു, റഫൈൽ മാത്രമുള്ള ടണലുകൾ
നശിപ്പിക്കാൻ വേണ്ടി കരുതിയാൽ തന്നെ അതിന് വർഷങ്ങളോളം വേണ്ടി വരും. അദ്ദേഹം പറയുന്നു, ഈ ഹമാസിന്റെ ഈ ടണലുകൾ യഥാർത്ഥത്തിൽ അതിന്റെ എഞ്ചിനീയറിംഗ് അത് അത്ഭുതപ്പെടുത്തുന്നതാണ്. മാത്രമല്ല ആ ടണലുകളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങളെല്ലാം വളരെ അത്ഭുതകരമാണ്. ഈ ടണലുകളെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന് വർഷങ്ങളോളം വേണ്ടിവരും എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുകയാണ് റഫൈൽ മാത്രമുള്ള, അതായത് ഇസ്രായേലിന്റെ തെക്ക് ഭാഗത്തുള്ള ഗസയിൽ മാത്രമുള്ള ടണലുകൾ നശിപ്പിക്കുകയാണെങ്കിൽ അതിന് 2 വർഷമെങ്കിലും ആവശ്യമായി വരുമെന്നാണ്. ഇതിൽ നിന്നെല്ലാം ബോധ്യപ്പെടുന്നത് കുറഞ്ഞ സമയം യുദ്ധം നീട്ടിക്കൊണ്ടുപോയി ഈ ഹമാസിനെ തകർക്കാമെന്നത് ഒരു വ്യാമോഹം മാത്രമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളമുള്ള വിവരങ്ങൾ ഇപ്പോഴും ഇസ്രായേലിന് കൃത്യമായി ലഭിച്ചിട്ടില്ല. ടണലുകളെ കുറിച്ച് 1 വർഷത്തോളം, ഇന്നത്തേക്ക് 300 ദിവസം തികയുമ്പോഴും ഈ ടണലുകളെ കുറിച്ച് യാതൊരു കാഴ്ചപ്പാടും ഇല്ലാതെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, ഇവിടെ തന്നെ ഈ ടണലിന്റെ ഈ ഒരു ചിത്രം, അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടും. ഇതിൽ നമുക്ക് കാണാം ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു കോണി ഇവിടെ വെച്ചത് കാണാം. ഇതുപോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ മുകളിലേക്ക് വരുന്നത്. ഇങ്ങനെയുള്ള ഭൂമിക്കടിയിൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അവർക്ക് ഉയർന്നു വരാൻ ആവശ്യമായ ഇതുപോലുള്ള ഓപ്പൺ മുഖങ്ങളാണ് ഇതിനുള്ളത്. പക്ഷെ അവർ കയറി വരുമ്പോൾ അല്ലെങ്കിൽ അവർ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇത് ക്ലോസ് ചെയ്യുന്നു എന്നതൊക്കെയാണ് ഇത് കണ്ടെത്താനുള്ള വലിയ പ്രയാസം. മാത്രമല്ല, ഒരുപക്ഷെ ഓരോ 100 മീറ്ററുകളിലും ഇതുപോലുള്ള പുറത്തേക്ക് കടക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഗസയുടെ ഭൂമിയുടെ താഴ്ഭാഗം എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അത്രയും കൃത്യമായ വലിയ എഞ്ചിനീയറിംഗ് തന്നെയാണ് ഇതിൽ ഗസയിലെ ഹമാസിന്റെ ഈ ടണലുകളിൽ കാണാൻ സാധിക്കുന്നത്. ഈ ടണൽ യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ട്രംപ് ഭരണകൂടം ഇറാഖിൽ വെച്ച് കൊലപ്പെടുത്തി കളഞ്ഞ കാസിം സുലൈമാനി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ തലയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏതായിരുന്നാലും ഇത്രയും ഗുരുതരമായ രൂപത്തിലുള്ള സാഹചര്യങ്ങളെയാണ് ഇസ്രായേലിന്റെ സൈന്യം ഗസയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ലെബനാനിലെ തുരങ്കങ്ങൾ, അവിടുത്തെ ടണലുകൾ ഈ ഹമാസിന്റെ ടണലുകളെ അപേക്ഷിച്ച് എത്രയോ കാര്യക്ഷമതയുള്ളതും എത്രയോ സ്റ്റോറേജുകൾ ഇതിലേറെ കൂടുതലുള്ളതും ഗസയിലെ ടണലുകളെക്കാൾ അതിശക്തവുമാണ് എന്നതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയായിരിക്കും ഇസ്രായേൽ സേന അവിടെ യുദ്ധം ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗസ എന്ന് പറയുന്ന ചെറിയൊരു ഏരിയയിൽ അതിന്റെ എല്ലാ ഭാഗത്തും ഇസ്രായേലിന് ആക്സസ് ഉണ്ട്. എന്നിട്ട് പോലും അവിടെ നിന്ന് ഇസ്രായേലിന്റെ ടാങ്കുകൾ തകർക്കുന്നു. ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് ടാങ്കുകൾക്ക് ക്ഷാമം നേരിട്ടിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഇനി ലെബനാനിലേക്ക് കടന്നു ചെന്നാൽ എന്തായിരിക്കും സാഹചര്യം? മാത്രമല്ല, ലെബനാനിലെ ഹിസ്ബുള്ള ധാരാളം മിസൈലുകൾ, ഇതുവരെ പുറത്തെടുക്കാത്ത പല ആയുധങ്ങളും പുറത്തെടുക്കാൻ പോകുന്നു. ഇസ്രായേൽ ഒരു പൂർണ്ണമായൊരു യുദ്ധം ലെബനാനുമായി ആരംഭിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിന് വലിയ വെല്ലുവിളി നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതേ സമയത്ത് ഈ യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ വെളിപ്പാടകലെ എത്തി നിൽക്കുന്നു എന്നാണ് ബോധ്യപ്പെടുന്നത്. ഹിസ്ബുള്ള ഒരിക്കലും അവരുടെ ഈ ആക്രമണം നിർത്താൻ അവർ തയ്യാറല്ല. ഗസയിലെ യുദ്ധം എപ്പോഴാണോ അവസാനിക്കുന്നത് ആ സമയത്തായിരിക്കും ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്ന് തീർത്ത് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ യമനിലെ ഹൂത്തികളുടെ സാഹചര്യവും മറ്റൊന്നല്ല. അവരും ഇതുപോലെ ഗസയിലെ യുദ്ധം അവസാനിക്കാതെ ഒരിക്കലും ഈ ആക്രമണം അവസാനിപ്പിക്കുകയില്ല എന്നവർ പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല, അറബ് ലോകത്ത് നിന്ന് ഇപ്പോൾ വലിയ രൂപത്തിലുള്ള പിന്തുണയാണ് ലെബനാനിലെ ഹിസ്ബുള്ളക്കും അതുപോലെ തന്നെ ഹൂത്തികൾക്കും ഹമാസിനും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ വിമർശനം ഉണ്ടായിരുന്നെങ്കിലും അവരുടെ ആക്രമണ രീതികൾ, അന്താരാഷ്ട്ര നിയമങ്ങളെ അവർ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അതിശക്തമായ രൂപത്തിലുള്ള ആക്രമണങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അത് ഇസ്രായേൽ എന്നറിയപ്പെടുന്ന മിഡിൽ ഈസ്റ്റിലെ വലിയ ശക്തി എന്ന് അവകാശപ്പെടുന്ന ഈ ഒരു ശക്തിയെ വലിയ രൂപത്തിൽ പിടിച്ചു കെട്ടാൻ അവർക്ക് സാധിക്കുന്നു എന്നതാണ് അറബ് ലോകത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം. നമുക്കറിയാം, ഹിസ്ബുള്ളയെ കുറിച്ച് തീവ്രവാദ സംഘം എന്നായിരുന്നു മുമ്പ് അറബ് ലോകത്ത് ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് എങ്കിൽ അറബ് ലീഗ് തന്നെ അത് തിരുത്തിയിരിക്കുകയാണ്. ആഴ്ചകൾക്ക് മുമ്പ് നടന്ന അറബ് ലീഗിന്റെ മീറ്റിംഗിലാണ് അവരെ കുറിച്ച് അത്തരം ഒരു പ്രയോഗത്തിന്റെ സാഹചര്യം ഇല്ല എന്ന് അവർ അറിയിച്ചിരിക്കുന്നത്. അവർ മറ്റെവിടെയും അവർ തീവ്രവാദ പ്രവർത്തനം നടത്താറില്ല. ഗസയിലെ ആക്രമണങ്ങൾക്കെതിരെ അതുപോലെ തന്നെ അധിനിവേശം നടത്തിയ ഇസ്രായേലിനെതിരെ അവർ തിരിച്ചടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് അവരുടെ അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ്. അതുകൊണ്ട് അവരെ തീവ്രവാദ പട്ടികയിൽ പെടുത്തേണ്ടതില്ല എന്ന കാഴ്ചപ്പാടാണ്. അതുപോലെ തന്നെ യമനിലെ ഹൂത്തികളെ കുറിച്ച് സൗദി അറേബ്യ അടക്കം അവരുടെ സൈറ്റുകളിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന രീതികൾ മാറ്റിക്കഴിഞ്ഞു. ഇതിനു മുമ്പ് അവരെ കുറിച്ച് തീവ്രവാദികൾ എന്ന പ്രയോഗം അറബിയിൽ ഇർഹാബിയ എന്നുണ്ടായിരുന്നു. അതിപ്പോൾ മാറ്റിക്കഴിഞ്ഞു. ജമാഅത്ത് അൻസാറുള്ള എന്ന രൂപത്തിലേക്ക് സൗദി അറേബ്യ അടക്കം അത് മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അറബ് ലോകത്ത് വലിയ സ്വീകാര്യതയാണ് ഇപ്പോൾ ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ദൗർബല്യം, അവരുടെ ടെക്നോളജികളുടെ ദൗർബല്യം എവിടെയാണ് എന്ന് മനസ്സിലാക്കി ആ പോയിന്റിൽ തന്നെ പിടിച്ച് ആക്രമിക്കുന്ന രീതിയാണ് ലെബനാനിലെ ഹിസ്ബുള്ളയും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ എല്ലാം ഇറാൻ
ഇറാൻ അവരുടെ ആയുധങ്ങൾ കൃത്യമായി പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഏതെല്ലാം ആയുധം ഇസ്രായേലിന് അറ്റാക്ക് ചെയ്യാൻ സാധ്യമാകും, ഏത് അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയും എന്നതെല്ലാം ഇപ്പോൾ ഇറാൻ ഇതിലൂടെ വായിച്ചെടുക്കുന്നു. ഇറാന്റെ പുതിയ സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ ഹിസ്ബുള്ള ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടിസ്ഥാനത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനും റഷ്യയും ചൈനയും അടങ്ങുന്ന രാഷ്ട്രങ്ങൾക്ക് ഈ ടെക്നോളജികളെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരവും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ദൗർബല്യമെന്ന് അവർക്ക് ഈ യുദ്ധത്തിലൂടെ കൃത്യമായി വായിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു.